എൻ്റെ പേര് KC തങ്ങൾ. ഇവിടെ അടുത്ത പ്രദേശം കൊടിയത്തൂരുകാരനാണ്. ഇവിടെയുള്ളവർക്ക് അറിയാം. ഞാൻ ഇതുപോലെ മുഖാമുഖത്ത് ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാറില്ല. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാതെ. പക്ഷെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം, നമ്മൾ പഠിച്ച ഇൽമ് റബ്ബിൻ്റെ സന്നിധാനത്തിലെത്തുമ്പോൾ 3-4 ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ച കാൽ മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതിലൊന്നാണ് ഇൽമ്, വിജ്ഞാനം. ആ ഇൽമ് കൊണ്ട് നീ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, നീ അറിഞ്ഞ ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോന്നതിനാണ് അല്ലേ. അപ്പം ഞാനൊരു ഇൽമ് പഠിച്ചത് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. അതായത് ഈ നബിദിന ആഘോഷം പ്രമാണങ്ങളിൽ എന്ന ചോദ്യചിഹ്നം ഒരു മുഖത്ത് പല ഇവിടെ അടുത്തൊക്കെ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിന് ചോദിച്ചിങ്ങനെ അവസരമുണ്ട് എന്ന് അതിൽ നോട്ടീസിൻ്റെ അടിയിലുണ്ട്. സദസ്യർ ഇങ്ങനെ ചോദിക്കാന്നുള്ള അത് കണ്ടിട്ട് അതിനുവേണ്ടി മാത്രം വന്ന പ്രമാണം, അതായത് നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്നുള്ള വിഷയം. അപ്പം ഈ നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അത് നബിദിനാഘോഷം ഉണ്ട്, ഇസ്ലാമികമാണ്. എൻ്റെ കാഴ്ചപ്പാടിറ്റോ, എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ വിജ്ഞാനത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീക്ഷണത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും. അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നത് സമയം രാത്രിയല്ല, പകരം ഒരു 5 മണിക്ക് തുടങ്ങുന്ന ആ സമയത്തിന് എത്തിന്. ആ സമയത്ത് ഇവിടെ ബന്ധപ്പെട്ടവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രസംഗിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഒരു സ്ക്രീനിനാണ് കാണിച്ച് എന്താ ബുഖാരി എന്നുള്ളതൊക്കെ അപ്പോൾ വ്യക്തമാണ്. പിന്നെ അതും അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എത്ര സ്ഫുടമായിട്ട് വ്യക്തമാണ്. അതുപോലെ പിന്നെ ഒരു ഹദീസ് നബിൻ്റെ ഭംഗി, അതുപോലെ ഇങ്ങനെ എനിക്ക് ശരിക്കും ആ സന്ദർഭത്തിന് തോന്നിയത് എന്താ മനസ്സിൽ വന്നത്, എൻ്റെ മനസ്സിൽ ഇതൊരു കോൺഫറൻസ്, ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി നബി തങ്ങളുടെ ഒരു കോൺഫറൻസ്, നബി സല്ലല്ലാഹു തങ്ങളുടെ ഒരു മൗലിദാഘോഷത്തിൽ മൗലിദ് സമ്മേളനം പോലെ എൻ്റെ മനസ്സിൽ തോന്നിയത്. കാരണം നബിയെ സ്നേഹിക്കണം, നബിയെ പിൻപറ്റണം, അത് തന്നെ മാത്രം അവിടെ പറഞ്ഞത്. നബിനെ ആഘോഷം എന്ന ഒരു പേര് ഇവിടെ ഉണ്ട്. പക്ഷേ ആ സംസാരത്തിന് നബിയെ സ്നേഹിക്കുന്നത് മാത്രം. അപ്പോൾ നബിദിനാഘോഷം നടത്തുന്നതിൽ തെളിവ് ഖുർആനിലുണ്ടോ, വിശുദ്ധ ഖുർആനുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ പറയാൻ വിചാരിച്ച മറുപടിയാണ് ഇവിടെ അന്ന് ആ സദസ്സിലെത്തിയ സമയത്ത് എനിക്ക് കേട്ടത്. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുക. അള്ളാഹു ഇല്ലാതെ, അള്ളാഹുവാണ് നമ്മളെല്ലാം. അപ്പം അത് കിട്ടണമെങ്കിൽ എന്നെ പിൻപറ്റുക. പിന്നെ ഇവിടെ മനസ്സിലാക്കണം, നബിയെ പിൻപറ്റണം. എന്നാൽ യുഹിബ്ബുക്കും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആയത്ത് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി. അന്നബിയു, നിശ്ചയമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആരാണ്? അന്നബി ഔലാ മിൻ അൻഫുസിഹിം ബിൽ മുഅ്മിനീന, ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ വന്നാസി അജ്മഈൻ, സർവ്വ നബിയാണ്, നബിയെ സ്നേഹിക്കലാണ്. ഏറ്റവും ബന്ധപ്പെട്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. അപ്പോൾ പിന്നെ ചോദ്യം ഇവിടെ എന്താ സംഭവിച്ചത് എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ നബി ഞാൻ ദീർഘമായി പറഞ്ഞു പോകില്ല, ഞാൻ പെട്ടെന്ന് ചുരുക്കാൻ. നബി സല്ലല്ലാഹു ചെയ്തോ ചെയ്തില്ലെന്നാ, അതായത് നബിയെ സ്നേഹിക്കുന്ന കാര്യം. അപ്പം നബി ചെയ്തോ ചെയ്തില്ല ചോദിച്ചാലെന്നാ. അതുപോലെ തന്നെ മൗലിദിന്റെ വിഷയം, മൗലിദിൽ എന്താ പറയുന്നത്? മൗലിദിൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്റഫിൽ അബ്തദീഹി വൽ ഹബീബിൽ അറബീൻ. അതായത് സ്വലാത്ത്, അതാണ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസ്സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു. ഓ സത്യവിശ്വാസികൾ, നിങ്ങൾ സ്വലാത്തും ചൊല്ലു, സലാമും ചൊല്ലു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ആ നബിദിന ആഘോഷം ഫുള്ള് ചൊല്ലി. പക്ഷെ അനിസ്ലാമികമായിട്ട് ഘോഷയാത്ര ലോകത്ത് ആര് ചെയ്താലും, അത് ഘോഷയാത്ര ആയാലും മറ്റെന്ത് പ്രവൃത്തിയാ ലോക മുസ്ലിം ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അനിസ്ലാമികം, അനാചാരം, ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി. നിങ്ങളെ ചോദ്യം എന്താണ്? അതായത് പ്രവൃത്തി ഉണ്ട്, അത് തെറ്റ് തന്നെയാണ്. അപ്പം ചോദ്യമല്ല, അതായത് ഞാൻ പറഞ്ഞ ഇത് ഈ നബിദിനാഘോഷം ഇസ്ലാമികമായി നടത്തുമ്പോൾ അത് ഖുർആനും ഹദീസിനും വ്യക്തമായി തെളിഞ്ഞതാണ്, സത്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ഈ ആയത്ത് കൊണ്ട് അതുപോലെ തന്നെ അന്നബി ഔല എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ വഅലമു അന്ന ഫീക്കും റസൂല മറ്റൊരായത്തിൽ അവിടെ പ്രതിപാദിച്ച വഅലമു അന്ന ഫീക്കും, നിശ്ചയം നിങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് അവന് ലാസ്റ്റ് നിർത്തുകയാണ്. അങ്ങനെ അതായത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആരാണ്, അത് നമ്മൾ പഠിക്കണം. ഖുർആൻ എന്ന് പറയാം, മനസ്സിലാക്കണം. നബി നമ്മൾ മനസ്സിലായിട്ട് എന്താ നബി ചോദ്യത്തിക്ക് വരി. അതായത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നബിദിനാഘോഷം എന്തുകൊണ്ട് നടത്താൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ല, നബിന്റെ സഹാബിമാർ കഴിച്ചിട്ടില്ല. ഇപ്പോൾ മൂസ സ്വലാഹി പറഞ്ഞല്ലോ, ആദ്യത്തെ 3 നൂറ്റാണ്ട് കാലത്ത് അഹ്ലുസുന്നയുടെ ഇമാമുമാരും കഴിച്ചിട്ടില്ല. മാത്രമല്ല നമ്മൾ എല്ലാവരും പറയുന്നത് ഷാഫി ഇമാം എന്ന് പറയുന്നുണ്ട്. ഷാഫി ഇമാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 4 ഇമാമുമാരുടെ കൂട്ടത്തിൽ ഷാഫി ഇമാമിൻ്റെ പ്രത്യേകത, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്നും വന്ന ഏക ഇമാമ് ഷാഫി ഇമാമാണ്, നബിൻ്റെ കുടുംബക്കാരനാണ്. ആ ഷാഫി ഇമാമ് പോലും എന്തായിട്ടില്ല, നബിനെ കഴിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ശേഷം കുറേ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ നബിൻ്റെ ഭാര്യയായ ആയിഷ ബീവി. ഒരിക്കൽ പോലും എന്തായിട്ടില്ല, നബിദിനം കഴിച്ചിട്ടില്ല. അതിൽ ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ അവർ കഴിക്കുമായിരുന്നു. അവരത് കഴിക്കാത്തത് കൊണ്ട്, ആഘോഷിക്കാത്തത് കൊണ്ട് നമ്മളത് കഴിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞല്ലോ, എന്ത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതൊരു എന്താണ് പറയുക, ഒരു പ്രോഫറ്റിക് കോൺഫറൻസ് ആണെന്ന് തോന്നിപ്പോയിന്ന്. ഇതന്നെയാണ് നമ്മൾ പറയേണ്ടത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ സമൂഹത്തിൽ പഠിപ്പിച്ചത് അത് നമ്മൾ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നബി ജനിച്ചു എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം അതിനുവേണ്ടി പ്രത്യേകം പന്തലിട്ടി അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് അപദാനങ്ങൾ പാടിയിട്ടും അതുപോലെ പ്രസംഗിച്ചിട്ടും അങ്ങനെ അതിന് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? ഖുർആനിലും ഹദീസിലും തെളിവ് വേണം. അതില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.